ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് കുക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റാണ്. സ്വീറ്റ് കം കേക്ക് എന്നൊക്കെ പറയാം. കേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്വീറ്റാണ്. 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. നല്ല സ്വീറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ ഞാൻ 2 ഇൻഗ്രീഡിയൻസ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇൻഗ്രീഡിയൻ്റാണ് മുട്ട. അപ്പോൾ നമ്മളിവിടെ 2 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ട എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. സെപ്പറേറ്റ് ആക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ആക്കുക. കാരണം നമ്മൾ മുട്ടയുടെ വെള്ളം മാറ്റുന്ന സമയത്ത് അതിലേക്ക് മഞ്ഞ കൂടി വീഴാൻ പാടില്ല. അപ്പോൾ കെയർഫുള്ളായിട്ട് തന്നെ നമ്മളത് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമേ ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മുട്ടയുടെയും കൂടി അതേപോലെ തന്നെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. അപ്പോൾ രണ്ടാമത്തെ മുട്ടയുടെയും കൂടി അതേപോലെ തന്നെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്ന് മഞ്ഞ ഒന്ന് മാറ്റി വെക്കാം. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് വെള്ളയാണ് ആവശ്യം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെള്ളം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ, ഒത്തിരി സമയം എടുക്കാതെ. ഇപ്പം നമ്മൾ വിസ്ക് കൊണ്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം കൂടുതലെടുക്കും, പക്ഷേ ബീറ്റർ ആകുമ്പോൾ പെട്ടെന്നാവും. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കിതുപോലെ പതപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മുട്ടയുടെ വെള്ളം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് ഡയറി മിൽക്ക്. ഏതെങ്കിലും ഒരു ബാർ ചോക്ലേറ്റ് മതി കേട്ടോ. ഡയറി മിൽക്ക് തന്നെ വേണമെന്നില്ല, ഏത് ബാർ ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ 50 ഗ്രാമിൻ്റെ, ഒരു ഡയറി മിൽക്ക് 50 ഗ്രാമിൻ്റെ, അപ്പോൾ 100 ഗ്രാമിൻ്റെ ആയി. അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് പൊട്ടിച്ച് പീസസ് ആക്കിയിട്ട് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. കാരണം ഇതുപോലൊന്നും ഒരു ആൾക്കാർ അങ്ങനെ ട്രൈ ചെയ്യാത്ത ഒരു കൂട്ടത്തിലാണ്. ഒരു 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സ്വീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ. ഒത്തിരി സമയം വേണമെന്നുമില്ല, പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ രണ്ടാമത്തെ ചോക്ലേറ്റ് ഞാൻ ഇതുപോലെ തന്നെ പീസസ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെയ്യാനുള്ളത്, നമുക്കിത് ഒരു എന്താ പറയുക, നമ്മൾ വെള്ളം ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ഇതിന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ആദ്യം ഞാനൊരു സോസ് പാൻ വെച്ചു. നിങ്ങൾക്ക് ഏത് പാനായാലും കുറച്ച് കുഴിവുള്ള പാത്രത്തിൽ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. വെട്ടി തിളയ്ക്കുന്ന പോലെയാണ്, നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചേച്ചും ഗ്ലാസ് ബൗളിൽ ചോക്ലേറ്റ് ഉള്ള ആ ബൗളെടുത്ത് അതിൻ്റെ മീതെ വെച്ച് നല്ലതുപോലെ സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മെൽറ്റാവാൻ സ്റ്റാർട്ടാവും. അതിന് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പാച്ചുല ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. ഈ സ്പാച്ചുല നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. കണ്ടില്ലേ, ചോക്ലേറ്റ്സ് നല്ലതുപോലെ അപ്പോൾ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബൗൾ നല്ല ചൂടാണ്, അപ്പോൾ കെയർഫുള്ളായിട്ട് പിടിക്കുക, കൈ പൊള്ളരുത്. വെള്ളം നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ആവിയിൽ പെട്ടെന്ന് ചോക്ലേറ്റ് അങ്ങ് മെൽറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റ് നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല സിൽക്കി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിലേക്ക് തന്നെ മുട്ടയുടെ മഞ്ഞ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷേ മുട്ടയുടെ മഞ്ഞ ഇടുന്ന സമയത്ത് ചോക്ലേറ്റിൻ്റെ ആ ഒരു സ്മൂത്ത് ടെക്സ്ചർ മാറിയിട്ട് കുറച്ച് റഫായിട്ടുള്ള ടെക്സ്ചർ ആവും. കണ്ടോ, അപ്പം ഞാൻ രണ്ടാമത്തെ മുട്ടയുടെ മഞ്ഞയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് കാണും, നമ്മളിത് മുട്ടയും ചോക്ലേറ്റും മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി, അപ്പോൾ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവുമെന്ന്. ഒരിക്കലും ഇല്ല, മുട്ടയുടെ ആ ബാഡ് സ്മെൽ ഉണ്ടാവത്തേ ഇല്ല. കാരണം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ആ സ്മെൽ ഉണ്ടാവില്ല. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാഫ് പോർഷൻ ആദ്യം ഒരു ഹാഫ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സായി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ രണ്ടാമത്തെ പോർഷൻ കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നല്ലപോലെ മിക്സിങ്ങിലാണ് കേട്ടോ അതിൻ്റെ സ്മെല്ല് ഇല്ലാണ്ടാവുന്നത്. നമ്മൾ കുറച്ച് സമയമെടുത്ത് കുറച്ചൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആ സ്മെല്ലൊക്കെ മാറിക്കിട്ടും. സ്മെൽ ഉണ്ടാവില്ല, നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്താണെങ്കിൽ പോലും അതിന് ആ ബാഡ് സ്മെൽ ഉണ്ടാവില്ല. മുട്ടയുടെ മണം എന്തായാലും ഉണ്ടാവില്ല കേട്ടോ. ചോക്ലേറ്റിൻ്റെ ആ ഒരു മണം മാത്രമേ കാണുള്ളൂ, വേറെ ഒരു മണവും ഇതിന് കാണത്തില്ല. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഇതിന് സ്പെഷ്യൽ സ്പൂൺ എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ നിങ്ങളത് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മിക്സിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊരു പാനിലേക്ക് മാറ്റുക. അതായത് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ഒരു പാത്രം ഉണ്ടാവില്ലേ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ മോൾഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യരുത്, കാരണം വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ അതിൻ്റെ ഒരു മണം അത് ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതുപോലെ ഗീ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ബട്ടറോ ആണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിതുപോലെ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ തോന്നും ഇത് കേക്കാണെന്ന്, പക്ഷേ കേക്കല്ല, ഒരു സ്വീറ്റാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ഇത് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരിത് കണ്ടാലും പറയും അയ്യോ ഇത് കേക്കല്ലേന്ന്. അപ്പോൾ പക്ഷേ ഇത് കേക്കല്ല, ഒരു വെറൈറ്റി ഒരു സ്വീറ്റാണ്. പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബാറ്റർ മൊത്തത്തിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതെല്ലായിടത്തും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ ഒരു കുഴിവുള്ള പാത്രം, അതിലേക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ്, ഇതുപോലത്തെ സ്റ്റാൻഡ് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത്രമാണെങ്കിലും അതിലേക്ക് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് കെയർഫുള്ളായിട്ട് തന്നെ ഇത് അതിനകത്തോട്ട് ഇറക്കി വെക്കുക. പാത്രം വീഴാത്തതും കൂടി നോക്കുക. സെൻറ്ററിൽ തന്നെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്യാം. ഇതൊരു 15 to 20 minutes വരയ്ക്കും ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിത് 2 വട്ടം നോക്കിയതിൻ്റെ ആ ഒരു ചെറിയ 2 പാട് കാണുന്നില്ല, ആ കുഴി കാണുന്നില്ല. ഞാൻ 2 പ്രാവശ്യം ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 3rd ടൈം ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇതിനെ നമുക്ക് മാറ്റാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയി നല്ലതുപോലെ തണുത്ത സമയത്തായിരുന്നു ഞാൻ ഇതിനെ മോൾഡിൽ നിന്ന് മാറ്റിയത്. അപ്പം നല്ലതുപോലെ കുക്കായിട്ടുണ്ടായിരുന്നു. നല്ല യമ്മി ആൻഡ് ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിരിക്കും, കഴിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും. അതേപോലെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അല്ലാതെ മുട്ടയുടെ ഒരു ടേസ്റ്റും അതിനകത്ത് വരില്ല. അപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.